ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിനെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. ഓടയിൽ വീണ CP മാത്യുവിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാഹുലിൽ ഈ മാർച്ച് നടന്ന സ്ഥലത്ത് തൊട്ടടുത്തൊരു ഓടയുണ്ട്. പ്രത്യേകിച്ച് ബാരിക്കേഡൊന്നുമില്ലാതെ പോലീസുകാർ നേർക്കുനേർ ഈ ഷീൽഡുമായി പ്രതിരോധിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ DCC പ്രസിഡന്റ് ഓടയിൽ വീണത്. ഗോകുൽ, അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് DCC പ്രസിഡന്റിനെ പോലീസുകാർ പ്രത്യേകം തെരഞ്ഞു പിടിച്ച് മർദ്ദിച്ചു എന്നാണ്. അതിലൊരു പോലീസുകാരന്റെ ഫോട്ടോയും അതുപോലെ തന്നെ പേരും ഉൾപ്പെടെ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രതിഷേധ മാർച്ച് താലൂക്ക് ഓഫീസിനടുത്ത് എത്താറായപ്പോൾ പോലീസ് സ്വാഭാവികമായിട്ടും ചെയ്യുന്ന രീതിയിൽ തന്നെ അവരുടെ ഷീൽഡും അതുപോലെ തന്നെ ലാത്തിയും ഉപയോഗിച്ച് തടയുകയായിരുന്നു. ഇത് മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈ DCC പ്രസിഡന്റ് ഓടയിലേക്ക് വീണത്. ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ DCC പ്രസിഡന്റ് അവിടുന്ന് ഉയർത്തി എഴുന്നേക്കുകയും അതുപോലെ തന്നെ ഈ പോലീസുകാരുമായിട്ട് ആ സമയവും സംഘർഷം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് DCC പ്രസിഡന്റ് CP മാത്യുവിനെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. CT സ്കാൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി DCC പ്രസിഡന്റിനെ വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ ദേശീയപാത ഉപരോധിക്കുകയാണ്. ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. റോഡിൽ കുത്തിയിരുന്നും അതുപോലെ തന്നെ റോഡിൽ കിടന്നുമാണ് റോഡ് ഉപരോധം നടക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരും മണിക്കൂറുകളിലും ഈ പ്രതിഷേധം തുടരാനുള്ള സാധ്യതയുണ്ട്. DCC പ്രസിഡന്റിനെ പോലീസ് അകാരണമായി മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാതെ തന്നെ മർദ്ദിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. പക്ഷേ ആ ദൃശ്യങ്ങളിൽ സംഘർഷം ഉണ്ടായതിന്റെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നുവെന്നും വ്യക്തമാണ്. ശരി രാഹുൽ, ഏതായാലും ഇന്ന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധമായിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് കളക്ടറേറ്റുകളിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലും സെക്രട്ടേറിയറ്റിലേക്കും ഒക്കെ പ്രതിഷേധ ധർണയും മാർച്ച് നടന്നു. അങ്ങനെ ഇടുക്കിയിൽ നടന്ന മാർച്ചിനിടയിലാണ് പോലീസ് ബോധപൂർവം DCC പ്രസിഡന്റ് CP മാത്യുവിനെ ഓടയിലേക്ക് തള്ളി വീഴ്ത്തി മർദ്ദിച്ചു എന്നുള്ള പരാതി വരുന്നത്. ഏതായാലും ബാരിക്കേഡൊന്നും ഇല്ലാതെ നേർക്കുനേർ പോലീസും പ്രവർത്തകരും എത്തി എന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന്, അതിനപ്പുറം എന്താണ് നടന്നതെന്നുള്ളത് ഇപ്പോഴും ഇനി പുറത്തു വരേണ്ട കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.